സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഭരിച്ചതിലും ഏറ്റവും നാറിയ ഭരണവും ഈ ഭരണം. ഇപ്പൊ എത്ര ഇനിയും ഈ ഭരണം തുടരണമോ? 10 വർഷക്കാല ഇടതുപക്ഷ പിണറായി ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തുന്നു. സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഭരിച്ചതിലും ഏറ്റവും നാറിയ ഭരണവും ഈ ഭരണം. ഇപ്പൊ എത്ര 10 വർഷം എന്തരായില്ലേ? ഇത്രയും നാളും ഭരിച്ചതും നാറിയ ഭരണം തന്നെ. ഇതുപോലെ ഒരു സർക്കാർ ഇതുവരെക്കും കയറിയിട്ടില്ല. ഈ സർക്കാർ ഇറങ്ങിയിട്ട് നല്ല ഭരണം വരട്ട്. നല്ല ഭരണം വന്നാൽ എല്ലാവർക്കും നല്ലത് തന്നെ. നമുക്ക് നല്ല ഭരണം എന്ന് പറയുമ്പോൾ നാട്ടില് നല്ലതായിരിക്കണം. നാട്ടില് നമുക്ക് അക്രമോ അനീതി ഒന്നും കാണിക്കാതെ നല്ല ഭരണം വരണം. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. പിന്നെ ഏത് ഭരണം കയറിയിരുന്നാലും നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് പിടിക്കാനുള്ളൂ. ആരും നമുക്ക് തരില്ല. പക്ഷെ എങ്കിലും ഈ ഭരണം കടുത്തുപോയി പോണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടി ഒന്നുമില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ പാവങ്ങൾക്ക് ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. സാധന വിലയാണെങ്കിൽ താങ്ങാൻ പറ്റാത്തത്. ഇയാളൊരു മുഖ്യമന്ത്രി, ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ താങ്ങി നിർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? അയാളെ കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും പരാജയം എന്നാ കടക്ക് പുറത്തെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എന്ത് പറയാനാണ്? ഞാൻ എത്രയോ പ്രാവശ്യം മിക്ക ഭൂമിക്ക് എഴുതി കൊടുത്ത് കയറി ചെന്നിട്ടുണ്ടെന്ന് അറിയാമോ? അയാളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അറിയാമോ മക്കളെ? ഞാൻ കളക്ടറെ കാണാൻ പോയി. അപ്പൊ ഇയാളുടെ കീഴിലുള്ളവരല്ലേ അവരല്ല. ആ കളക്ടർ പറഞ്ഞ എന്തെന്നറിയാമോ? നിങ്ങളെക്കാളും പാവങ്ങൾ എത്രയോ ലോകത്ത് കിടക്കണം. നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ ഈ 2 തോർത്ത് വിറ്റാണ് ജീവിക്കണം മക്കളെ. മനസ്സിലായ? അങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ള ജനങ്ങള് ഒരുപാട് കഷ്ടപ്പെടണം. 1 സെന്റ് ഭൂമി അച്ഛന്റെ വകയിലോ അമ്മയുടെ വകയിലോ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളെപ്പോലെ ഉള്ളവർക്കല്ലേ കിട്ടണം. അവര് പറയുന്ന അവരുടെ പാർട്ടി പ്രവർത്തിക്കാൻ മാത്രമേ കൊടുക്കുള്ളൂ. ഇതൊക്കെ എവിടുത്തെ നിയമം മക്കളെ? ഇതൊക്കെ സാധാരണക്കാരെ നമുക്കൊക്കെ താങ്ങാൻ പറ്റുന്നേനാ? നമുക്കിപ്പോ ഇതിനു വേണ്ടി പാർട്ടി പ്രവർത്തിക്കാൻ പോകാൻ പറ്റും വയസ്സുകാലത്ത്? ജനങ്ങളെ ദ്രോഹിക്കുക, അതാണ് അയാളുടെ മെയിൻ. ഇത് എന്നെ തുറക്കിലടച്ചാലും ശരിയല്ല. ഇയാൾ ഇറങ്ങി പോണോന്നേ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു 10 വർഷത്തെ LDFന്റെ ഒരു ഭരണം വെച്ച് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ വിലയിരുത്തുന്നത്? LDFന്റെ ഭരണോ? അതേപോലത്തെ ഒരു ഭരണം ഇനി വരരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും മറ്റേ ആരോഗ്യമന്ത്രി കാണിച്ച ആക്ടിംഗ് ഒക്കെ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ എന്താ പറയാനുള്ളത്? ആരോഗ്യമന്ത്രി കാണിച്ച ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവാർഡ് തന്നെ കൊടുക്കണം. നല്ലൊരു അവാർഡ് തന്നെ കൊടുക്കണം. ഓസ്കാർ അവാർഡിന് പറ്റുമെങ്കിൽ അത് തന്നെ കൊടുക്കണം. ശശി, ഉമ്മൻചാണ്ടി, AK ആന്റണി ഒക്കെ നല്ല മന്ത്രിമാരായിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരാളോട് ഒരു ഇന്റർവ്യൂ നടത്തി നോക്കിയേ. ഒരാൾക്കെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയാൻ പറ്റും? പോട്ടെ, പൊതുജനങ്ങളാണല്ലോ ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഈ പൊതുജനങ്ങളോട് ഇവർ ഒരു അല്പമെങ്കിലും ഒരു സ്നേഹം ഈ മുഖ്യമന്ത്രി കാണിച്ചിട്ടുണ്ടോ? ഞാൻ പല സ്റ്റേജിലെയും പല ആൾക്കാരെ ആട്ടിപ്പായിക്കുന്നത് കണ്ടേക്കുന്നത്. അതായത് കൂടെ പ്രവർത്തിച്ച് വോട്ട് ചെയ്തതായ സഹാക്കളെ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? ആട്ടിപ്പായിക്കുക അവര്. അങ്ങനല്ല. അതിന് ഉമ്മൻചാണ്ടി നിങ്ങൾ നോക്കേ. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ ഒന്ന് നോക്കേ നിങ്ങൾ. ചാണ്ടി ഉമ്മനെ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാ. 10 വർഷമായിട്ട് പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 5 വർഷം കൂടി പിണറായിക്ക് ഭരിക്കാൻ ചേട്ടൻ അവസരം കൊടുക്കാൻ ചേട്ടൻ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കവർച്ച, അത് ശബരിമല വിഷയം, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്താൽ ജനങ്ങൾ വിഡ്ഢികളാവും. 10 വർഷം വളരെ മോശമാണോ അതോ? വളരെ മോശമാണ്. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, BJP-കാരനുമല്ല. നമ്മൾ കേരളത്തിൽ പിണറായി സർക്കാർ വീണ്ടും ഭരിച്ചാൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാണ്. 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരാൾ ഇരിക്കുന്നു. അതിനൊരു മാറ്റം വേണം. കാരണം സത്യസന്ധമായിട്ടുള്ളൊരു ഭരണമാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ആദ്യത്തെ 5 വർഷം തരക്കേടില്ലായിരുന്നു, ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടാമത് അവർ സ്വയം നേടാൻ വേണ്ടി മാത്രം ഇരുന്നതായിട്ടാണ് തോന്നുന്നത്. ശബരിമല അയ്യപ്പൻ എല്ലാ ജാതിക്കും വേണ്ടപ്പെട്ടവൻ. ശബരിമലയെ കാണാൻ പോണതിൻ്റെ വാതിക്കൽ തന്നെ ആദ്യം നമ്മൾ വാവരെ കാണുന്നുണ്ട്, അതിനു മുമ്പ് നിലയ്ക്കൽ പള്ളിയുണ്ട്. ഇത് രണ്ടിൻ്റെ സാന്നിധ്യം കഴിഞ്ഞിട്ടാണ് ശബരിമല ക്ഷേത്രം ഉണ്ടാകുന്നത്. ആ ക്ഷേത്ര സങ്കേതത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമാണ് ഇത്രയും നാളുണ്ടായത്. പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്നത് 257 കോടി കിട്ടി, 357 കോടി കിട്ടി, 557. ഈ കിട്ടുന്ന കോടിയുടെ ഒരു 4 ഇരട്ടി കോടി ഇവർ പലരായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഒരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ ഒരു മുസ്ലിങ്ങളുടെ ആധാരയിലേക്കോ നമ്മൾ
അവരവരുടെ ആൾക്കാർ തന്നെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലൊരു പാപമില്ലേ. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ശാസ്ത്രം പറയണത്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി എല്ലാവർക്കും അവരവരുടെ മതം വലുതാണ്. അപ്പോൾ അതനുസരിച്ച് പോകാതെ ഇത്രയും കളത്താൻ എല്ലാം മറ്റു ജാതിക്കാർ ചോദിക്കും, ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെന്ത് മിണ്ടാതിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളും കുറേ പേരങ്ങ് വിചാരിച്ചാൽ ശരിയാവില്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ട് കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രി. എല്ലാവരും പറയുന്നത് പേടിച്ചിട്ടായിരിക്കും പറയാത്തത്. എല്ലാവരുടെ മനസ്സിലത് തന്നെ. ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രി ഇതുവരെ കേരളം കണ്ടിട്ടില്ല. എല്ലാവർക്കും പറയാൻ പേടിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരുടെ ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ പറയും. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലല്ലേ മെമ്പർഷിപ്പ് എടുക്കുള്ളൂ. നിങ്ങളൊക്കെ വീട്ടിലിവിടെ ഇരിക്കുന്നത് ഞങ്ങളെ പോലുള്ളവരുള്ളത് കൊണ്ടാന്ന് പറയും. എന്തുകൊണ്ട്? ഈ വരട്ടിലാണ് നടക്കുന്നത്. ആൾക്കാർക്ക് പുറമെ നിങ്ങളിപ്പോ മൈക്ക് കൊണ്ട് നടക്കണ്ടല്ലോ, പകുതി പേരുള്ള കാര്യം പറയില്ല. എന്തുകൊണ്ട്? പേടി കാരണം. അവർക്ക് ഫാമിലി ഉണ്ട്, വീട്ടുകാരുണ്ട്. അവർ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കും, നേരിട്ട് ജോലിക്ക് പോകുമ്പോൾ നാറ്റിക്കും, എല്ലാം ചെയ്യും. അതുകൊണ്ടുള്ള പേടി കൊണ്ട് ആൾക്കാർ പറയാത്തെ. അപ്പൊ മത്സ്യം ഇവിടെ വിൽക്കുന്നവര് വിൽക്കുന്നുണ്ടല്ലോ, അവര് പറയും എല്ലാം നല്ലതാണ്, വളരെ ഹാപ്പിയാണ്, അവർക്ക് നാളെ ഇവിടെ നിയമിക്കണം, അവർക്ക് ജീവിക്കണം. അതുകൊണ്ട് അതാണ് കാര്യം. റിയാലിറ്റി പറയില്ല, പറയാനുള്ള പേടി. കാരണം അവർക്ക് ജീവിക്കണം. ആഗ്രഹിക്കുന്ന UDF ഭരണത്തിൽ ആര് ഭരിച്ചാലും ഇതുപോലൊരു കൊള്ളസംഘം ആയിരിക്കരുതെന്ന് മാത്രം. അത് ഇനി ഇടതുപക്ഷത്തിന്റെ വേറൊരു ഗവൺമെന്റ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ ഇത്രയേറെ കൊള്ള നടക്കുമ്പോൾ അഭിപ്രായം പറയുന്നവനെ ഉന്മൂലനാശനം വരുത്തുന്ന ഒരു സംവിധാനത്തിന് കീഴിൽ ഒരു പൗരനായി ജീവിക്കേണ്ടി വന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഇനി അത് സംഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പിൻഗാമികൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ? മനുഷ്യൻ്റെ ഇത്രയും സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത്രയധികം അടിച്ചമർത്തിയ ഒരു പ്രസ്ഥാനം. എന്തു തോന്നിയവാസവും അവർക്കാവാം, അവരുടെ പാർട്ടിക്കാവാം. പക്ഷെ മറ്റാരും എന്തു പറഞ്ഞാലും അതിനെതിരെ മെക്കിട്ട് കയറും. ഇതെന്ത് ജനാധിപത്യം? അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് തന്നെ കാര്യം. ഇടതുപക്ഷ സർക്കാർ പരാജയമാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ അനുഭവം വെച്ച് പറഞ്ഞാൽ എനിക്ക് പരാജയം തന്നെയാണ്. പിന്നെ എല്ലാവരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരുന്നു വോട്ട് ചെയ്തത്? LDF പറയില്ല. അത് ഞാൻ പറയില്ല. ചേച്ചി കണ്ടിട്ട് ഒരു LDF കാരി ആയിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിച്ചു പറയുന്നത് തോന്നുന്നു സംസാരം കേട്ടില്ല. അത് സത്യമാണ്. സാഹചര്യങ്ങൾ വരുമ്പോ നമ്മ മാറിപ്പോവും. നമുക്ക് എന്ത് നേട്ടങ്ങൾ കിട്ടുന്നിടത്ത് നമ്മളത് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോ എല്ലാവരും മാറ്റി ചിന്തിക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ നിലപാടിന്റെ ഇതനുസരിച്ച് നോക്കുമ്പോ അതാണ് UDF വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും മാറ്റി ചിന്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDF ഭരണം പരാജയമാണോ? അപ്പം LDF മൊത്തം പരാജയമാണ്. എന്തിനീ ഗവൺമെന്റ് ഒരു ഗുണമില്ല. പ്രൈസ് ഒന്നും അടിക്കുന്നത് ഒക്കെ വെട്ടിക്കുറച്ചു. എല്ലാ പ്രൈസുകളും വെട്ടിക്കുറച്ചു. ഇത് വിൽക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വിൽക്കണവനെ അടിക്കണ രീതിയിലാവും. ഈ ബുദ്ധിമുട്ടൊക്കെ നവകേരള സദസ് വന്നപ്പോ പറഞ്ഞിരുന്നു. ഇത് മാറിയാൻ എന്താണ് മരുന്ന് മാറിയാൻ ഇത് ഇതുപോലെ തന്നെ ഞങ്ങൾ നമുക്ക് എന്താണ് ഭരണം കൊണ്ട് നേട്ടം? നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്. ചെയ്തു കൂട്ടുന്നവര് ഓരോരോ പ്രവൃത്തികളും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം വളരെ മോശം. പോരാ. ഈ ഇങ്ങേര് പറഞ്ഞ പോലെ ഏകാധിപത്യ സ്വഭാവത്തിലൂടെയാണ് ഭരണം മുന്നോട്ട് നയിക്കുന്നത്. അങ്ങേർക്കെതിരെ പാർട്ടിയിൽ ആരും ശബ്ദിക്കാനില്ല. ഒരു വ്യക്തി പോലും അങ്ങേർക്കെതിരെ ശബ്ദിക്കാനില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടോ? ഇല്ല. കോൺഗ്രസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരുടെ ഭരണം അത്ര പോരാ. സോ അതുകൊണ്ട് കോൺഗ്രസ് വരട്ടെ. കോൺഗ്രസ് അത് ആരായാലും വരട്ടെ. പക്ഷെ ഇവര് വരണ്ട ഇനി എന്നുള്ളതാണ്. ഈ 10 വർഷത്തെ ഭരണം ശരിക്കും ജനങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് എന്താണ്, അത് പരമാർത്ഥമാണല്ലോ. എല്ലാവർക്കും അത് ഇവർ പോകണം എന്ന് തന്നെയാണ്. ഒരു ഭരണമാറ്റം ആവശ്യമാണ്. തീർച്ചയായിട്ടും ആവശ്യമാണ്. കൊള്ള കൂട്ടമാണ്. അലിബാബയും 40 കള്ളന്മാരും എന്ന് പറയുന്ന പോലെ പിണറായി എന്ന് പറയുന്ന ഒരു കള്ളനും അയാളുടെ കൂട്ടത്തിൽ കുറെ കൊള്ളക്കാരും കൂടെ കൂടി കേരളത്തെ കുട്ടിച്ചോറാക്കി. ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. എല്ലാ വകുപ്പിലും അത് അഴിമതിയാ. അഴിമതി ഇല്ലാത്തൊരു വകുപ്പുണ്ടോ? അവർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞു. നമ്മൾ കുറ്റം പറയുന്ന കാര്യമില്ലത്. ഏത് മേഖലയാണ് ഉള്ളത്? ഏതെങ്കിലും ഒരു മേഖല തുറന്നു പറയാനുണ്ടോ? ഇവർ കൈവെക്കാത്ത, ഇവർ കൈവച്ചതിൽ മനുഷ്യന് നന്മ ചെയ്ത് അവർക്കും മന്ത്രിമാർക്കും ഒക്കെ ദൂർത്തടിക്കാൻ ഇതുവരെ കേരളം കാണാത്ത ഒരു ദൂർത്ത്, ഒരു അഴിമതി, കൊള്ള സങ്കേതം. അഴിമതിയുള്ളൂല്ലോ എല്ലായിടത്തും. എല്ലാ സ്ഥലത്തും അഴിമതിയാണ്. പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നാൾ വരെ നടന്നു അഴിമതികൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞ പോലെ അയാളുടെ മകളുടെ കാര്യമാണേലും നാട്ടുകാരുടെ കാര്യമാണേലും എല്ലാത്തിലും അഴിമതിയാണ്. PW വർക്ക് മുഴുവൻ ഊരാളുകൾക്ക് കൊടുക്കണം. അയാളുടെ മോളുടെ പേരിൽ ഇഷ്ടംമാതിരി കാശ് മേടിച്ചെന്ന് ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ്. ഇതിൽ കൂടുതലൊക്കെ എന്താ വേണ്ടത്? ശബരിമല വീസ എടുത്താൽ അറിയാൻ പറ്റും. അതൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പുറത്ത് കള്ളന്മാർ കുറേ പുറത്തുണ്ട്. എല്ലാ വകുപ്പിനും ഉണ്ടല്ലോ. അഴിമതിയില്ലാത്ത കാശുണ്ടാ
അതിലോട്ടാണ് കടക്കുന്നത്. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുള്ള കാര്യമുള്ളൂ. പൊതുമരാമത്ത് നമ്മുടെ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ തന്നെ കാരണം പൊതുമരാമത്ത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് അങ്ങനെ ഒരു കാര്യം നമുക്ക് തന്നെ ദിവസം വേഗം കിട്ടുമൊന്നുമില്ല. നമുക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യം നടക്കൂല. ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോഴേ വേറെ ഇതാണല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ മോശമാണ് റോഡൊക്കെ. പാർട്ടി നേതാക്കന്മാരൊക്കെ പുറത്തുണ്ട് കേട്ടോ. അവരിപ്പോ ഒരു കുഴപ്പമില്ല അവർക്ക്. പക്ഷെ അത് പിടിക്കണത് ശാന്തിനെ മറ്റൊക്കെ പിടിക്കണത്. സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഭരിച്ചതിലും ഏറ്റവും നാറിയ ഭരണമാണ് ഈ ഭരണം.